പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. കേന്ദ്ര ബജറ്റിൽ കേരളത്തിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ തോപ്പുംപടി BOT ജംഗ്ഷനിൽ കൊച്ചി സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ് അധ്യക്ഷത വഹിച്ചു. തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം എന്നൊരു പ്രയോഗം, കേരളം രാജ്യത്തിൻ്റെ ഒരു മുഖ്യ സംസ്ഥാനമാണ്. സാക്ഷരതയിൽ 1ാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനമാണ്. രാജ്യത്തിൻ്റെ ധനവ്യവസ്ഥിതിക്കകത്ത് രാജ്യത്തിൻ്റെ കേന്ദ്ര വിഹിതത്തിൻ്റെ നികുതിയുടെ നല്ലൊരു GST വിഹിതം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളം എന്നൊരു വാക്ക് പരാമർശിക്കാതെയാണ് ഇന്നലെ ബഡ്ജറ്റ് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ് നടപ്പിലാക്കിയത്. എന്നും കേരളത്തിൻ്റെ പൊതു സ്വഭാവം നമുക്കറിയാം. സംഘപരിവാർ വിരുദ്ധ BJP വിരുദ്ധ നിലപാടുകളുമായി കേരളത്തിൻ്റെ പൊതുസമൂഹം, കേരളത്തിൻ്റെ ജനത മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തത കണ്ടു. BJPക്ക് 2 കേന്ദ്രമന്ത്രിമാരുണ്ട് കേരളത്തിൽ നിന്ന്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. BJPക്ക് ഒരു തരക്കേടില്ലാത്തൊരു ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ ഈ സംസ്ഥാനത്തിനകത്തെ സംഘപരിവാറുകാർ വിചാരിച്ചു ഈ സംസ്ഥാനത്തേക്ക് എയിംസ് അടക്കമുള്ള സംവിധാനങ്ങൾ BJP ഗവൺമെൻറ് നടപ്പിലാക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് കേരളം എന്നൊരു പേര് പോലും ചൂണ്ടിക്കാണിക്കുവാൻ BJP ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ജില്ലാ സെക്രട്ടറി NR ശ്രീകുമാർ, ബ്ലോക്ക് ഭാരവാഹികളായ S ജോൺ, ജേക്കബ് പൊന്നൻ, PA ബാബു, CX ജൂഡ്, വിജയ് ജേക്കബ്, IA ജോൺസൺ, പ്രേം ജോസ്, അഡ്വക്കേറ്റ് തമ്പി ജേക്കബ്, ജിനു വിൻസെന്റ്, സലീം കണ്ടക്കടവ്, ജിബിൻ ജേക്കബ്, ലിജി ടൈറ്റേഴ്സ്, ബൈജു, പ്രസിഡന്റുമാരായ അവറാച്ചൻ, ജോഷി ആന്റണി, MH ഹരീഷ്, എർണസ്റ്റ്, മഞ്ജു ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. മാസങ്ങളായതേയുള്ളൂ പുതിയ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനൊന്നും ചെയ്യാതെ കേരളത്തിനെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധ സൂചകമായി പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കുന്നത്. ഈ കോലം കത്തിക്കുന്നത് ഞങ്ങളുടെ ആരുടെയും സ്വന്തം ആവശ്യത്തിനു വേണ്ടിയല്ല, കേരള ജനതയ്ക്ക് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന ഉദ്യോഗസ്ഥന്മാരായാലും അവരൊന്ന് മനസ്സിലാക്കേണ്ടത് ഇത് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടിയാണ്. കേരളത്തിൽ വേണ്ട രീതിയിലുള്ള ബഡ്ജറ്റ്, വേണ്ട രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല എങ്കിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് നമ്മളെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് ഇതേപോലെ. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.